ശാന്തമ്മേ, ശാന്തമ്മയ്ക്ക് നമ്മുടെ ശാന്തിതീരം ഫ്രണ്ട്സിനോട് എന്താ പറയാനുള്ളത്? മരിക്കണവരെ ഇവിടെ നിക്കണം. ആഹാ, പിന്നെയോ? പിന്നെന്താ പറയാനുള്ളേ? മരിക്കണവരെ നടക്കാൻ പറ്റണം, മരിക്കണവരെ ഇവിടെ നിക്കണം. പിന്നെയോ? ആ, മരിക്കണവരെ എനിക്ക് കണ്ണ് തുറന്ന് എല്ലാം കാണാൻ പറ്റണം. പിന്നെയോ? മരിക്കണവരെ വേദനകളൊക്കെ മാറ്റി തരണം. പിന്നെന്തെങ്കിലും ഉണ്ടാ? മരിക്കണവരെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റണം. പിന്നെയോ? ആ, മരിക്കണവരെ എനിക്ക് തന്നെ കുളിക്കാൻ പറ്റണം അല്ലേ? പിന്നെന്തെങ്കിലും ഉണ്ടാ? ആ, മരിക്കണവരെ എനിക്ക് വയറ്റിന്ന് ബുദ്ധിമുട്ടില്ലാണ്ട് പോണം. പിന്നെയോ? ആ, മരിക്കണവരെ എനിക്ക് രോഗങ്ങളൊന്നും വരാതെ അല്ലെ? ഇതിനു മുമ്പ് തളർന്നു പോയതാണ്. ഏത് കൈയാണ് ശാന്തമ്മയുടെ തളർന്നു പോയിരുന്നത്? ആ, കൈയായിരുന്നു തളർന്നു പോയിരുന്നത്. പക്ഷെ ഇപ്പൊ അത് സൗഖ്യായി അല്ലെ? ഇപ്പൊ നല്ല ഉഷാറോട് കൂടി ശാന്തിതീരത്ത് ഓടി നടക്കാണ് അല്ലേ? പള്ളിയിലേക്ക് പോണു, പിന്നെ എന്നാ സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണു. ആ, കാലത്ത് കുർബാനയ്ക്ക് വരെ ഇഷ്ടമാണ്. പക്ഷെ കണ്ണ് തുറക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് വരാൻ പറ്റണില്ല. ആ, അത് സാരില്ല. ആരോഗ്യമുള്ളപ്പോഴൊക്കെ ഓടി വരികയായിരുന്നില്ല. ഒരുപാട് ജോലി എടുത്തിട്ടുണ്ട് അല്ലെ? പ്രാർത്ഥിക്ക ഓടി വരാറുണ്ട്. ഇപ്പൊ ശാരീരിക ബുദ്ധിമുട്ട് അത് ദൈവം കാണുന്നുണ്ട് കേട്ടാ. അപ്പൊ ശാന്തമ്മ സന്തോഷമായിട്ട് മരിക്കണവരെ ഇവിടെ നിക്കാം ശാന്തിതീരത്ത് അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ശാന്തിതീരം ഫ്രണ്ട്സിനോട് എല്ലാവരും ഒരു ബായ് പറഞ്ഞേ. ശാന്തിതീരം ഫ്രണ്ട്സിനോടൊക്കെ ഒരു ബായ് എന്ന് പറഞ്ഞേ. ബൈ 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 ബൈ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ശാന്തമ്മയുടെ ഒരു ഷെയറിങ് നിങ്ങൾ കേട്ടു. ഞാനിതിലേക്ക് കടന്നുപോയപ്പോൾ ശാന്തമ്മ പറയണത് കേട്ടപ്പോൾ എനിക്ക് തോന്നി രണ്ട് വാക്ക് ഞാനും പറയാമെന്ന്. ഞാനും ശാന്തമ്മ പറഞ്ഞതിലൂടെ ഞാനും എൻ്റെ ജീവിതത്തെ ചിന്തിക്കുകയായിരുന്നു. എല്ലാവരുടെ മനസ്സിലൊരു ബേസിക് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്, ദൈവമേ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ഈ ലോകത്തുനിന്ന് കടന്നു പോകണമെന്ന്. ശാന്തയ്ക്ക് അത് പറയാൻ രണ്ട് കാരണമുണ്ട്. നല്ല പ്രായത്തിൽ നല്ലോണം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഇവിടെ ഈ ഹോമിൽ തെരുവിൽ നിന്ന് വന്ന ഒരു അമ്മയാണ്. ആരും സ്വന്തമായിട്ടുണ്ടോയെന്ന് അറിയാൻ പാടില്ലാത്ത ഒരമ്മ. ഇവിടെ വന്ന് കുറച്ച് നാൾ വന്ന ഉടനെ നന്നായി ജോലി ചെയ്യായിരുന്നു, അധ്വാനിക്കുമായിരുന്നു. പറമ്പ് മുഴുവനും ക്ലീൻ ആക്കും. ആരും പറയണ്ട, തന്നെ ഒരു മിനിറ്റ് ഇരിക്കില്ല, നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞിരിപ്പിക്കണം. ഇവിടുത്തെ അരി വയ്ക്കും, 10-30 ആൾക്കുള്ള ചോറ് വയ്ക്കും, പാത്രങ്ങൾ കഴുകും, പട്ടിക്കൂട് കഴുകും. ഇതൊന്നും നമ്മൾ പറയണ്ട. നമ്മൾ എന്ത് ജോലി സ്ട്രെസ് ചെയ്താലും അപ്പോൾ ഓടി വരും ശാന്ത. അങ്ങനെ സന്തോഷമായിട്ട് അവൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തലവേദന വന്ന് അവൾ തളർന്നുപോയി ആശുപത്രിയിൽ ഓടിക്കൊണ്ടുപോയി. പിന്നെ മരുന്നുകളൊക്കെ ചെയ്ത് കുറേ നാളൊക്കെ കിടന്ന് പതുക്കെ ഇപ്പോൾ അവൾ റിവൈവ് ചെയ്തതാണ്. അപ്പം അതിജീവിതയാണ്, സ്ട്രോക്കിൻ്റെ അതിജീവിതയാണ് ശാന്ത. ഇപ്പോൾ അവൾക്ക് തന്നെ നടക്കാം, തന്നെ കുളിക്കാം, തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ അവൾക്ക് നിർവഹിക്കാൻ സാധിക്കും. അപ്പം ഇപ്പം എന്താ പറയണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര തരിപ്പും വേദനയൊക്കെ വരുന്നുണ്ട്, മരുന്നുകളുണ്ട്. അപ്പം ആൾക്ക് പേടിയാണ്, ദൈവമേ പണ്ടത്തെ പോലെ ഇനി ഞാൻ കിടന്നങ്ങാൻ പോയാലോ, ഇനി മരിക്കുന്നവരെ ആരെയും ആശ്രയിക്കാണ്ട് എനിക്ക് ജീവിക്കുന്ന റോസമ്മേ. എപ്പോഴും ഈ കുട്ടി സത്യത്തിൽ ആൾ ഇത്തിരി മാനസിക അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഡെലൂഷനും ഹാലുസിനേഷനും ഒക്കെ ചെറുതായിട്ടൊക്കെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആൾക്കുണ്ട്. പക്ഷെ അതിനെ ആൾ അക്സെപ്റ്റ് ചെയ്തിട്ട് മരിക്കുന്നവരെ എനിക്ക് ഇനി എൻ്റെ കാര്യങ്ങൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് ചെയ്യണം, എൻ്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ ചെയ്യണം എന്നാണ് ശാന്ത പറയണേ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിച്ച് മരിച്ച് കടന്നു പോകാനാവില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്ക് എല്ലാ കഴിവുണ്ടല്ലോ, ഞാൻ ആരെയും ആശ്രയിക്കേണ്ട, എനിക്കെല്ലാം തന്നെ ചെയ്യാലോ എന്ന്. പ്രിയമുള്ളവരെ, നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ നിന്ന നിപ്പിൽ നമ്മൾ എന്തോരം ആളുകളെ ആശ്രയിച്ചേക്കണേ. നോക്കിയേ, ഈ ഉടുപ്പ് എവിടെ ഉണ്ടാക്കിയത്? ആരുണ്ടാക്കിയതാ? ആരാ ഈ ഉടുപ്പ് തയ്ച്ചത്? ആരാ ഇതിനു വേണ്ടിയുള്ള റോ മെറ്റീരിയൽ ഉണ്ടാക്കിയത്? ആരാ നമ്മുടെ ഈ കണ്ണട, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും, എല്ലാ മാലകളും, എല്ലാ സംഗതികളും എല്ലാം ഞാൻ ആരെയൊക്കെയോ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് കടപ്പാടുള്ള ആളുകളാണ് മനുഷ്യർ. നമുക്ക് അതുകൊണ്ട് പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ശാന്ത ഇന്ന് നമുക്ക് തന്ന നല്ല ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇന്നും വഴിവിളക്കായിട്ട് നമുക്ക് സൂക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.